വാ വല്യച്ഛ, സുഖായിരിക്കുന്നോ? നിങ്ങളുടെ വല്യമ്മ ഇവിടെ ഉണ്ടോ? മുത്തശ്ശി ഇവിടെ ഉണ്ട് വല്യച്ഛ. ഞാൻ വന്നിട്ടുണ്ടെന്ന് ചെന്ന് പറയേ. വല്യച്ഛ അകത്തേക്ക് വരുന്നില്ലേ? ജോലിയുണ്ട് മോനെ, എനിക്ക് ഉടനെ പോണം. വല്യമ്മേ, മുത്തശ്ശി, വല്യച്ഛൻ വന്നിട്ടുണ്ട്. എന്താട്ടാ പുറത്തു തന്നെ നിന്ന് കളഞ്ഞത്? അകത്തേക്ക് വരൂ. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ചെന്ന് അമ്മയോടും വരാൻ പറയേ. ഇത് നമ്മുടെ വീട് തന്നെയല്ലേ ഏട്ടാ? സത്യം പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ വീട്. അതെ വല്യച്ഛ, ഇത് നമ്മുടെ എല്ലാവരുടെയും വീടാ. ഏട്ടൻ അകത്തേക്ക് വന്ന് അനുവിന്റെ വിശേഷങ്ങൾ ചോദിക്ക്. അവളെ ഏട്ടനെ അന്വേഷിച്ചു. വാ വല്യച്ഛ, അച്ഛനും അമ്മയും ഫാക്ടറിയിലേക്ക് പോയിരിക്കുക. അകത്ത് മുത്തശ്ശി അനു മാത്രമേ ഉള്ളൂ. എന്താട്ടാ ആലോചിച്ച് നിൽക്കുന്നേ? വരൂ. ഞാനിവിടെ അനുവിനെ കാണാൻ വന്നതല്ല, നിങ്ങളെ വിളിച്ചോണ്ട് പോകാൻ വന്നതാ. ഏട്ടൻ ആർക്ക് വേണ്ടി വന്നാലും അനു ഏട്ടനെ കാണുമ്പോ ഉറപ്പായി സന്തോഷിക്കേയുള്ളൂ. ആ കുഞ്ഞിനോട് 2 വാക്ക് സംസാരിച്ചു എന്ന് കരുതി ഏട്ടന്റെ അന്തസ്സൊന്നും കുറഞ്ഞു പോവില്ല. ഏട്ടനിപ്പോ അനുവിന് കാശൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. സ്നേഹത്തോടെ 2 വാക്ക് സംസാരിച്ചാ മതി. വാ വല്യച്ഛ. അനു, നിന്നെ കാണാൻ ആരാ വന്നിരിക്കുന്ന നോക്കിയേ. വല്യച്ഛ, സുഖായിരിക്കുന്നോ വല്യച്ഛ? ഈ ചോദ്യം ഞാൻ നിന്നോട് ചോദിക്കേണ്ടതാ മോളെ. എന്നെ കാണാൻ വേണ്ടി വല്യച്ഛൻ വരില്ല എന്നാ ഞാൻ വിചാരിച്ചത്. വന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് വല്യച്ഛ. നീ ഇപ്പോഴെങ്കിലും വന്നല്ലോ ഭാസ്കർ, അത് തന്നെ സന്തോഷം. ഇപ്പൊ പോലും ഏട്ടൻ ഇവിടെ വന്നത് അനുവിനെ കാണാൻ വേണ്ടിട്ടല്ല, നമുക്ക് വേണ്ടിയാ വന്നത്. നിങ്ങളെ കാണാൻ വേണ്ടിയാ വന്നേ. മാത്രമല്ല അനുവിനെ കാണാനല്ലോ. കള്ളം പറയാതെ ഭാസ്കർ, നീ അനുവിനെ കാണാനാണ് വന്നിരുന്നതെങ്കിൽ ഇങ്ങനെ വെറും കൈയോടെ വരില്ലായിരുന്നു. ദൈവങ്ങളെയും മുതിർന്നവരെയും കുട്ടികളെയും കാണാൻ പോകുമ്പോ വെറും കൈയോടെ പോകാൻ പാടില്ലെന്ന് നിനക്കറിയാവുന്നതല്ലേ? വല്യച്ഛൻ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നോ? വല്യച്ഛൻ വന്നില്ലല്ലേ? ഞാൻ വന്നു മോളെ. ഇപ്പൊ നിന്റെ വല്യച്ഛൻ ഒരുപാട് കള്ളങ്ങളൊക്കെ പറയാൻ പഠിച്ചു അനു. വല്യമ്മേ, മുതിർന്നവരൊന്നും കള്ളം പറയാൻ പാടില്ല എന്നല്ലേ? പറയുമോളെ, കുട്ടികൾ പറയുന്ന കള്ളം കേൾക്കാൻ ഒരു സുഖമുണ്ട്. അത് മുതിർന്നവർ പറയുകയാണെങ്കിൽ അതിലാപത്തുണ്ടാവും. വാമേ, നമുക്ക് വീട്ടിലേക്ക് പോവാം. വസു അഭി ഫാക്ടറിയിലേക്ക് പോയിരിക്കുക. അവര് തിരിച്ചു വരുന്നത് വരെ ഞങ്ങൾ കുഞ്ഞുങ്ങളോടൊപ്പം ഉണ്ടാവണം. ഏട്ടൻ പൊയ്ക്കോളൂ, ഞങ്ങൾ രാത്രി വന്നേക്കാം. രാത്രി വരെ ഇവിടെ തന്നെ നിൽക്കാന്നാണോ? ഞങ്ങളിവിടെ വളരെ സുഖമായിട്ടും സന്തോഷമായിട്ടും കഴിയുക. നീ പൊയ്ക്കോ.
ഞാനൊന്ന് ഇറങ്ങാം മോളെ. ഇടയ്ക്കിടയ്ക്ക് വല്യച്ഛൻ വന്നിട്ട് പോണം കേട്ടോ. അടുത്ത പ്രാവശ്യം ചെറിയച്ഛനെയും കൂട്ടിയിട്ട് വരണം. ബൈ ഉണ്ണി. ബൈ വല്യച്ഛ. ബൈ കീർത്തി. ബൈ വല്യച്ഛ. ഏട്ടാ, ആ പണം നഷ്ടപ്പെട്ടതോർത്ത് ഇപ്പോഴും വിഷമിച്ചുകൊണ്ടിരിക്കുകയാണോ? അനുവിന് നമ്മൾ പണം കൊടുക്കാത്തതുകൊണ്ട് ദൈവം നമുക്ക് തന്ന ശിക്ഷയാണിതെന്ന് കരുതിയാൽ മതി. ഏട്ട സമാധാനമായിട്ടിരിക്കെ. അഖിൽ, ഇത് വീടല്ല, ഫാക്ടറിയാണ്. കോൾ മീ സാർ. ഒരു വർക്കറായിട്ടല്ല ഞാനിപ്പോ സംസാരിക്കുന്നത്. നിന്റെ ഏട്ടനായിട്ട് ഒരു പ്രധാന കാര്യം സംസാരിക്കാൻ വേണ്ടിയാ വന്നിരിക്കുന്നത്. എന്താന്ന് വെച്ചാ നോക്ക്. വെയിറ്റ് അഖിൽ. എന്താണെന്ന് പറയൂ. നിങ്ങൾ MLA കൂടെ ചേർന്ന് ബിസിനസ് ചെയ്യാൻ വേണ്ടി പോവുകയാണല്ലേ? എന്താ അയാളുടെ അടുത്ത് ഇനി നിങ്ങൾ കൂലിവിലയ്ക്ക് പോകുന്നുണ്ടോ? അയ്യോ അഖിൽ, ആ MLA ആളത്ര ശരിയല്ല. ഇല്ലീഗലായിട്ടുള്ള രീതിയിൽ സമ്പാദിച്ച് പൊളിറ്റിക്സിൽ വന്ന ആളാ. ഹീസ് എ ബിഗ് ഫ്രോഡ്. അയാളെ വിശ്വസിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ വളരെ വലിയ ലോസ് ഉണ്ടാവും അഖിൽ. അയാളോടൊപ്പമുള്ള ബിസിനസ് വേണ്ട. ഞങ്ങൾ എന്ത് ബിസിനസ് ചെയ്യണം ചെയ്യണ്ടെന്നൊക്കെ നിങ്ങളാണോ ഡിസൈഡ് ചെയ്യുന്നത്? നോക്കിത് സംസ്കൃതി ഈവൻസ് ഒന്നും അല്ല എന്നോട് അത് ചെയ്യ് ഇത് ചെയ്യുന്നൊക്കെ ആജ്ഞാപിക്കാനായിട്ട്. മോനെ അഖിൽ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇങ്ങോട്ട് നോക്ക്. നിന്റെ അഭിപ്രായങ്ങളും ഞങ്ങളുടെ അഭിപ്രായങ്ങളും തമ്മിൽ ചേരില്ല. ഇപ്പൊ നിങ്ങളും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഞങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ചെയ്യുകയും ചെയ്യും, ഇഷ്ടമുള്ളതുപോലെ നടക്കുകയും ചെയ്യും. അഖിൽ, അത് ചോദ്യം ചെയ്യാനോ തടയാനോ നിനക്ക് അവകാശവും ഇല്ല. ആ MLA നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല നിങ്ങളെ ബിസിനസ് പാർട്ണർ ആക്കിയത്. ഹീസ് എ ചീറ്റർ. എന്നോടുള്ള ദേഷ്യം വെച്ച് അയാൾ നിങ്ങളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുക. എക്സ്ക്യൂസ് മീ, ആ MLA എന്റെ മോമിന് വേണ്ടപ്പെട്ട ഒരാളാണ്. എന്റെ മോം കൂടെ നിന്നാണ് MLA സാറിനെ അഖിലിന് പരിചയപ്പെടുത്തി കൊടുത്തത്. അങ്ങനെ ഒരാളെ ഫ്രോഡ് എന്ന് പറയുവാണോ? കാർത്തിക, അയാളെ പറ്റി നിന്റെ അമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയാഞ്ഞിട്ടാവും. എല്ലാം നിനക്ക് മാത്രമേ അറിയാവൂ അല്ലേ? ഈ അഹങ്കാരം കൊണ്ടാ ഇപ്പൊ റോഡിൽ കിടന്ന് തെണ്ടുന്നേ. ആ MLA കൂടെ ചേർന്നാൽ നിങ്ങൾക്കും അതേ അവസ്ഥ തന്നെ ആയിരിക്കും. ഞങ്ങളുടെ ഉയർച്ച ഇഷ്ടപ്പെടാതെ നിങ്ങൾ അസൂയ കൊണ്ട് പറയുന്നതാ. വി ഡോണ്ട് കെയർ. മോനെ, നിന്റെ നല്ലതിനു വേണ്ടിയാ പറയുന്നത്. നാട്ടിലുള്ള സ്ഥലം നീ വിൽക്കരുത്. ആ മണ്ണ് നമ്മുടെ പാരമ്പര്യ സ്വത്താ. അത് നമുക്ക് അനുഭവിക്കാൻ വേണ്ടി തന്നതാ. അത് വിറ്റ് നമ്മുടെ അച്ഛന്റെ മനസമാധാനം ഇല്ലാതാക്കരുത്. ഹലോ, എന്ത് ചെയ്യണോ എന്ത് ചെയ്യണ്ടെന്ന് ഞങ്ങൾക്കറിയാം. നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. ഞാൻ പറയുന്നൊന്ന് കേക്കൊക്കെ. എല്ലാം വിൽക്കാൻ വളരെ ഈസിയാ, പക്ഷെ അത് വാങ്ങാൻ ബുദ്ധിമുട്ടാ. നാളെ നിങ്ങൾക്കും ഒരു കുഞ്ഞുണ്ടോ? അവർക്ക് നല്ലൊരു ഭാവി നിങ്ങൾ കൊടുക്കണ്ടേ? ഞങ്ങളുടെ കുഞ്ഞിന്റെ കാര്യമൊക്കെ ഞങ്ങൾ തന്നെ നോക്കിക്കോളാം. നിന്റെ മോളുടെ ചികിത്സയ്ക്ക് ആരോ ഹെൽപ്പ് ചെയ്തെന്ന് കേട്ടല്ലോ. അത്രയും കാശ് തന്ന ആ വലിയ മനുഷ്യൻ ആരാ? ആരോടൊന്നും പറയാതെ ഒരുപാട് സീക്രട്സ് ഒളിപ്പിച്ചിട്ടുണ്ടല്ലേ? നിന്റെ ഭാര്യയോടൊന്നും പറഞ്ഞില്ല? എന്തെങ്കിലും സ്കാം ആണോ അതോ സീക്രട്ട് അഫയർ വല്ലതുമാണോ? അഖിൽ, ദേഷ്യം വരുന്നുണ്ടല്ലേ? ഞങ്ങളുടെ കാര്യത്തിൽ തലയിട്ടാ ഞങ്ങൾക്കും ദേഷ്യം വരും. വലിയൊരു ഉപദേശകം വന്നിരിക്കുന്നു. ഗോ ടു ഹെൽപ്പ്.
എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വീട്ടിലേക്ക് പോയി കുട്ടികളോട് പറഞ്ഞാ മതി. ഞങ്ങൾ കൊച്ചു കുട്ടികളല്ല. ബെറ്റർ, MLA നല്ലൊരാളല്ലെന്ന് ഞങ്ങളോടല്ലേ പറഞ്ഞത്. എന്റെ മോമിനോട് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ ഇതുപോലെ നിൽക്കേണ്ടി വരില്ലായിരുന്നു. ഭാസ്കർ ഇപ്പൊ വീട്ടിലില്ല. ആ പണം തരയാൻ ഇതാണ് പറ്റിയ സമയം. പണം അപ്പൊ ഞാൻ സംശയിച്ചത് ശരിയായിരുന്നു. ഈ പണം അംബിക ദേവിയാണ് മോഷ്ടിച്ചത്. അഖിലിനെയും കാർത്തികയും ഫാക്ടറിയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് മോഷ്ടിച്ച ഈ പണത്തെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ. ഞാനിവിടെ ഉള്ളത് കൊണ്ട് പണം കൊണ്ടുപോകാൻ കഴിയാതെ ഇവിടെ തന്നെ വെച്ചിട്ട് സാരി മാറ്റി നൈസായിട്ട് വെറും കൈയോടെ ഇവിടുന്ന് ഇറങ്ങിപ്പോയി. എന്നെ പറ്റിക്കാന്നാണോ അംബികാദേവി നീ വിചാരിക്കുന്നേ? എത്ര പണമാ? 50 ലക്ഷം. ഇത്രയും പണം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാ കാണുന്നേ. അയ്യോ, ഈ പണം ഉണ്ടെങ്കിൽ രണ്ടാം കല്യാണമല്ല 3, 4, 5, 6, 7 കല്യാണം വരെ കഴിക്കായിരുന്നു. അമ്മോ, അങ്ങനെ പണം കൈ കിട്ടി. ഇനിയിപ്പോ ഇതെവിടെ ഒളിപ്പിച്ചു വെക്കുക? എന്റെ മുറിയിൽ വെച്ചാ ഞാൻ പിടിക്കപ്പെടും. വേറെ എവിടെ വെക്കാനാ? ആ, കള്ളന്റെ കൈയിൽ താക്കോല് കൊടുക്കുന്നത് പോലെ കള്ളന്റെ മുറി തന്നെ വെച്ചാലോ? അഖിലിന്റെ മുറിയിൽ ഈ പണം കൊണ്ടുപോയിട്ട് ഒളിച്ചു വെക്കാം. അപ്പൊ ആരും കണ്ടുപിടിക്കില്ല. വീടെന്താ ഇത്രയും സൈലന്റ് ആയിട്ട് ഇരിക്കുന്നേ? ഇവിടെ ആരും ഇല്ലേ?
അമ്മേ ഏട്ടാ അമ്മേ ഇളയമ്മേ അയ്യോ കൊച്ചുമോ വന്നല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? പണവും കൊണ്ട് പുറത്തിറങ്ങിയാ ഞാൻ കുടുങ്ങും. പെട്ടെന്ന് എവിടെയെങ്കിലും ഒളിച്ചു വെക്കാം. എല്ലാവരും എവിടെ പോയി അഖിൽ? അതാ എനിക്ക് മനസ്സിലാവാത്ത കാർത്തിക. വാ നമുക്ക് റൂമിലേക്ക് പോവാം. അമ്മയും ഏടത്തിയും അമർത്തി പോയിട്ടുണ്ടാവാം. ഏട്ടൻ എന്തെങ്കിലും കാര്യമായിട്ട് പുറത്തു പോയിട്ടുണ്ടാവും. എന്നാ ഇളയമ്മ എങ്ങോട്ടാ പോയത്? ഞാനിവിടെയാടാ ഉള്ളത്. ഞാനിവിടെ തന്നെ ഉണ്ട്. ആ കിഴവിക്കാണെങ്കിൽ ഒരു പണിയുമില്ല. മൂക്ക് മുട്ട കഴിച്ചിട്ട് എവിടെയെങ്കിലും കറങ്ങി നടക്കുന്നുണ്ടാവും. അവരെവിടുന്ന് പറഞ്ഞു വിടണം. ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമിലാക്കിയാ ഒരു ശല്യം ഒഴിഞ്ഞു കിട്ടിയന്. എനിക്ക് തോന്നുന്നു ഇളയമ്മ എങ്ങോട്ടും പോയിട്ടുണ്ടാവില്ല. ഉറപ്പായും ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ കാണില്ലായിരുന്നോ? നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാലേ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂ. ശരി, വാ പോയി നോക്കാം. ആ ഇളയമ്മേ, ആന്റി, ഇളയമ്മേ. ആന്റി. കുറച്ചു നാളായിട്ട് എന്റെ തടി അല്പം കൂടിയെന്നാ തോന്നുന്നേ. ഡയറ്റ് ചെയ്ത് സ്ലിം ആവണം. കല്യാണ പെണ്ണ് തടിച്ചിരുന്ന ഒരു ഭംഗി ഉണ്ടാവില്ല. അമ്മേ. കാർത്തിക, നീ അങ്ങോട്ട് പോയി നോക്ക്. ഞാൻ ഇവിടെ എങ്ങനെ നോക്കാം. എന്താ ഇത്? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ഇത്രയും നേരം എവിടെയായിരുന്നു? ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ വിളിച്ചപ്പോ എന്താ വരാഞ്ഞേ? എല്ലാവരും എവിടെ പോയതാ? എവിടെ പോയിരുന്നു ഏട്ടാ? അത് നിന്റെ ഏട്ടത്തിയെ വിളിക്കാൻ പോയിരുന്നതാ. ഓ, ഏട്ടത്തിയോ? ഏട്ടത്തി എവിടെ പോയി? വേറെ എവിടെ പോവാനാ? അവിടെ തന്നെ പോയിരിക്കും. അനുവിനെ കാണാൻ വേണ്ടി അമ്മയും അവളും കൂടെ പോയിരിക്കുക. രാത്രി വരുമെന്ന് പറഞ്ഞു. ഓ, അവിടെ പോയിരിക്കല്ലേ? ഓക്കെ ഏട്ടാ. നിനക്ക് എന്നോട് ദേഷ്യം തോന്നില്ല അഖിൽ? എന്തിനാ ദേഷ്യം ഏട്ടാ? ആ പണത്തെ കുറിച്ച് ഓർത്താ? ആ പണം ഇപ്പൊ എന്റെ കയ്യിലാണല്ലോ ഉള്ളത്. അല്ല, അമ്മയും ഭാവനയും അഭിയുടെ വീട്ടിൽ പോയതിന്. ഏട്ടന് ദേഷ്യം വന്നോ? ഏട്ടനില്ലാത്ത ദേഷ്യം എനിക്കെന്തിനാ വരുന്നേ? ഈ വീട്ടിലെ മുതിർന്ന ആളെ ഏട്ടനാ. ഏട്ടൻ എന്ത് പറയുന്നോ ഞാനും അത് തന്നെ ഫോളോ ചെയ്യും. അവഹേളിച്ചിട്ട് സമാധാനിപ്പിക്കാൻ നോക്കുകയാണല്ലേ? എന്നെ ഇത്രയേറെ ബഹുമാനിക്കുന്നതിന് ഒരുപാട് നന്ദിയുണ്ടെങ്കിൽ. ഇവനൊരുത്തൻ കുട്ടികൾ ഐസ് കണ്ടാ മയങ്ങുന്നത് പോലെ ഇവന്റെ സംസാരം കേട്ട് ഐസ് പോലെ ഉരുക. നിങ്ങളും എന്റെ സ്വന്തം ഏട്ടനാ. ഏട്ടൻ കഴിഞ്ഞേ ഞാനുള്ളൂ. അപ്പൊ ഞാനോ? നിങ്ങളൊരു ഡസ്റ്റ്ബിൻ, വേസ്റ്റ് കാൻഡിഡേറ്റ്. ഇവര് ശരിക്കൊരു വേസ്റ്റാടാ. കുറച്ചു നേരത്തെ ആ ഗസ്റ്റ് റൂമിൽ പോയിട്ട് എന്തൊക്കെയോ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നഷ്ടപ്പെട്ട കാശ് അടിച്ചു മാറ്റിയത് നിന്റെ ആന്റിയാണെന്നാ ഇളയമ്മ പറയുന്നത്. എന്റെ മോമിനെ സംശയിച്ച എന്റെ സ്വഭാവം മാറും. എനിക്ക് സംശയമൊന്നുമില്ല മോളെ, ഈ ഇളയമ്മയ്ക്കാ സംശയം. എന്റെ സംശയം ഇപ്പോഴാണ് സത്യമായത്. ആവശ്യമില്ല, അത് കാർത്തിയെ പിണക്കിയില്ലേ? ഇനി നിങ്ങൾ അനുഭവിച്ചോ. പോടാ മന്ദബുദ്ധി.
മോളെ അനു, ഇത്ര പെട്ടെന്ന് കളിക്കാനൊക്കെ തുടങ്ങിയല്ലേ? മുത്തശ്ശിയുടെ കൂടെ കളിക്കുമ്പോ നല്ല രസമുണ്ട് അച്ഛാ. അപ്പൊ എന്റെ കൂടെ കളിക്കാൻ ഒരു രസവും ഇല്ലെന്നാണോ മോളെ? അമ്മയുടെ കൂടെ കളിക്കാൻ രസമുണ്ട്, പക്ഷെ മുത്തശ്ശി അടിപൊളി. എന്റെ ചക്കരക്കുട്ടി. കിച്ചണിൽ ആരാ ഉള്ളത്? ഞാനാ.